സുപ്രധാനമായ ഒരു വാർത്തയിലേക്ക് തന്നെ നമ്മൾ കടക്കുകയാണ്. രാഹുൽ ഈശ്വർ ജയിലിലേക്ക് അതിജീവിതയെ തിരിച്ചറിയുന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തുവിട്ട സംഭവത്തിലാണ് രാഹുൽ ഈശ്വറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. തിരുവനന്തപുരം ജില്ലാ കോടതിയുടേതാണ് നടപടി. പ്രതി നേരത്തെയും സമാന സംഭവങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ചു. അറസ്റ്റിനു ശേഷമാണ് ജാമ്യമില്ലാ വകുപ്പ് ചേർത്തതെന്ന് രാഹുൽ ഈശ്വർ വാദിച്ചു. അതേസമയം കോടതിയുടെ തീരുമാനം അങ്ങേയറ്റം നിർണായകമാണ്. രാഹുൽ ഈശ്വർ ജാമ്യം കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ ജാമ്യമില്ല. റിമാൻഡിലേക്ക് പോവുകയാണ് രാഹുൽ ഈശ്വർ. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, സുപ്രധാനമാണ് ഈ കോടതിയുടെ നീക്കം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുകളിൽ എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയിലാണ് എല്ലാവരും. അതിനിടയിലാണ് ഈ അതിജീവിതയ്ക്കെതിരെ മോശം പരാമർശം നടത്തിയ രാഹുൽ ഈശ്വറിനെതിരായ നടപടി ഉണ്ടാവുന്നത് എന്ന പ്രത്യേകതയുണ്ട്. എന്താണ് കോടതിയുടെ നിരീക്ഷണം? എന്താണ് സംഭവിച്ചത്? സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാരോപണ പരാതി നൽകിയ യുവതിയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചതിലൂടെ കുറ്റാരോപിതർ ചെയ്തിരിക്കുന്നത് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അതിൽ പ്രധാനമായി ഇരിയുടെ ഐഡന്റിറ്റി പൊതുസമൂഹത്തിന് വെളിവാക്കുന്ന തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങൾ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നും കൂട്ടാളികളുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടായി എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. മാത്രവുമല്ല, സമാനമായ തരത്തിലുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെയും രാഹുൽ ഈശ്വർ നടത്തിയിട്ടുണ്ട് എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അതോടൊപ്പം ഏറ്റവും സുപ്രധാനമായി മാറിയത് ഇരിയുടെ ചിത്രങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു നൽകുന്നതിനായി തന്റെ ലാപ്ടോപ്പിൽ സേവ് ചെയ്ത് സൂക്ഷിച്ചിരുന്നെന്നും ഈ ചിത്രങ്ങൾ ലാപ്ടോപ്പിൽ നിന്ന് മറ്റ് പലർക്കും അയച്ചു നൽകിയതായിട്ടുള്ള പ്രാഥമിക വിവരം ലഭിച്ചെന്നും അതിന്റെ ഡിജിറ്റൽ തെളിവുകൾ പരമാവധി ശേഖരിക്കുന്നതിനായി ഈ ലാപ്ടോപ്പ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ആ വാദമുഖങ്ങൾ ശരിവെച്ചുകൊണ്ടാണ് രാഹുൽ ഈശ്വറിന് വലിയ തിരിച്ചടിയായി ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടം കേസുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലായിരിക്കും കോടതിയുടെ തുടർ നീക്കങ്ങൾ എന്നതിന്റെ ഒരു സൂചനമായി തന്നെ വായിച്ചെടുക്കാൻ കഴിയും കോടതി ഇന്ന് നടത്തിയിരിക്കുന്ന ഈ ഇടപെടലുകളും പരാമർശങ്ങളും. കാരണം വലിയ തരത്തിൽ ഇതൊരു കെട്ടിച്ചമച്ച കേസാണ്, ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നും രാഹുലിന്റെ അഭിഭാഷകൻ ചില തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ചുകൊണ്ട് ഈ പരാതി കൊടുക്കുന്ന സമയം മുതൽ തുടർച്ചയായി ഇരയെ അധിക്ഷേപിക്കുകയും പരാതിക്കാരിയെ അധിക്ഷേപിക്കുകയും രാഹുലിനെ അനുകൂലിക്കുകയും ചെയ്തുകൊണ്ട് തുടർച്ചയായി രാഹുൽ ഈശ്വർ ഫേസ്ബുക്കിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലെ ചർച്ചകളിലും പങ്കെടുത്ത് പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഒരു തരത്തിലും പേര് പറയുന്ന ഒരിടപെടൽ, ഇരയുടെ പേര് പറയുന്ന ഒരിടപെടൽ തന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ വാദം. പക്ഷേ കോടതി ഇത് സംബന്ധിച്ച് നടത്തുന്ന സുപ്രധാനമായ ഒരു നിരീക്ഷണം ഇതാണ്: ലൈംഗികാരോപണ പരാതികളിൽ ഈ പരാതി നൽകുന്ന ഇരകളുടെ അല്ലെങ്കിൽ അതിജീവിതകളുടെ ഒരു തരത്തിലുള്ള ഐഡന്റിറ്റിയും അവരുടെ പേരോ മേൽവിലാസമോ സ്ഥലമോ അതല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അവരിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു തരത്തിലുള്ള വിവരങ്ങളും പൊതുസമൂഹത്തിൽ പങ്കുവെക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആ മുഴുവൻ ന്യായങ്ങളും ലംഘിക്കപ്പെട്ടിരിക്കുന്നു ഈ കേസിൽ എന്നതാണ് സുപ്രധാനമായ കാര്യം. അതുകൊണ്ട് തന്നെയാണ് സൈബർ ക്രൈം പോലീസ് ഇതിൽ സ്വമേധയാ തന്നെ, അതായത് ഇരയുടെ പരാതി ലഭിക്കുന്നതിന് കാത്തു നിൽക്കാതെ തന്നെ അടിയന്തരമായ നടപടികളിലേക്ക് കടന്നത്. അതിനിടെയാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്ന് 14 ജില്ലാ പോലീസ് മേധാവിമാർക്കും അടിയന്തരമായി ഇരയുടെ ചിത്രം ബോധപൂർവമായ ഗൂഢാലോചനയുടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും അതോടൊപ്പം അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളുടെ പങ്കുവെക്കുകയും ചെയ്യുന്നവർക്കെതിരെ അടിയന്തരമായ നടപടിയിലേക്ക് കടക്കാൻ നിർദ്ദേശം നൽകിയത്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലാണ് 5ാം പ്രതിയായ രാഹുൽ ഈശ്വറിനെ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്. അതിനുശേഷമാണ് കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. വളരെ സുപ്രധാനമാണ് ഈ കേസ്. തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ എന്ത് സംഭവിക്കും എന്നൊരു ചോദ്യമുണ്ട്. അതിന്റെ കൃത്യമായ സൂചന കൂടി ഈ കേസിൽ സമാനമായി ഇതിനോട് ചേർന്ന് നിൽക്കുന്ന കേസിലും ഉണ്ടാവുന്നു എന്നാണ് സാഹചര്യം. ഡാൻ, ഈ രാഹുൽ ഈശ്വറിന് ഇനി എന്താണ് നിയമസാധ്യതയുള്ളത്? 14 ദിവസവും ജയിലിൽ കഴിയേണ്ടി വരുമോ? അതിനപ്പുറം മേൽക്കോടതിയെ ജാമ്യവുമായി സമീപിക്കാനുള്ള സാധ്യതയുണ്ടോ?
അതിനുള്ള സാധ്യത രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ തന്നെയാണ് സാഹചര്യം. കാരണം അത്തരത്തിലുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. കാരണം ഈ രാഹുൽ ഈശ്വറിനെ ഇന്നലെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും പ്രാഥമികമായി ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സമയത്ത് എഫ്ഐആറിൽ ഉണ്ടായിരുന്ന വിവരങ്ങളല്ല. പിന്നീട് കൂടുതൽ ചില വകുപ്പുകൾ കൂടി രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തുന്ന സാഹചര്യം വന്നു. പിന്നീടാണ് ഈ കേസിൽ സുപ്രധാനമായി മാറിയേക്കാവുന്ന രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് ഇന്ന് ഉച്ചയോടെ 11 മണിയോടെ വീട്ടിൽ പരിശോധന നടത്തി. ഏതാണ്ട് 1 മണിയോടെ പരിശോധന അവസാനിപ്പിച്ച് അന്വേഷണ സംഘം കണ്ടെത്തുന്നത് ഈ ലാപ്ടോപ്പിൽ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ഇരിയുടെ ചിത്രങ്ങൾ ഈ ലാപ്ടോപ്പിൽ സേവ് ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ളതായും ആ ചിത്രങ്ങൾ മറ്റ് പലർക്കും ബോധപൂർവം ഇരിയെ പൊതുജന മധ്യത്തിൽ ആരാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കണ്ടെത്തലിലേക്ക് എത്തിയത്. അങ്ങനെയുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന വിവരം ഇന്നലെ മുതൽ തന്നെ പുറത്തു വരുന്നുണ്ടായിരുന്നു. ആ ഗൂഢാലോചനയിൽ രാഹുൽ ഈശ്വർ എങ്ങനെയാണ് പങ്കാളിയായിരിക്കുന്നത് എന്ന് കണ്ടെത്താനുള്ള അന്വേഷണമായിരിക്കും സൈബർ ക്രൈം പോലീസ് ഇനി നടത്തുക. ഡാൻ, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ അതീവ വേഗതയിലായിരുന്നു ഈ അന്വേഷണം എന്ന പ്രത്യേകത കൂടി ഉണ്ടല്ലോ. രാവിലെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തുന്നു, ലാപ്ടോപ്പ് കണ്ടെടുത്തുന്നു. ഈ ലാപ്ടോപ്പിൽ നിന്നും സുപ്രധാനമായ തെളിവുകൾ ലഭിച്ചു എന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ട് എന്ന സൂചന ഉണ്ടായിരുന്നല്ലോ. അതായത് ലാപ്ടോപ്പ് ഫോൾഡറിൽ ഈ യുവതിയുടെ ചിത്രങ്ങളടക്കം അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. അതായത് കൂടുതൽ ഗ്രൂപ്പുകളിലേക്ക്, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടായിരുന്നു എന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചു എന്നുകൂടിയല്ലേ ഈ ജാമ്യം നിഷേധിക്കപ്പെടുമ്പോൾ തെളിയിക്കപ്പെടുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായി ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഇങ്ങനെയൊരു പരാതി വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങനെ ഒരു പരാതി വന്നാൽ ഉടനടി എന്തായിരിക്കണം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയിൽ രാഹുൽ ഈശ്വർ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന സംശയമാണ് അന്വേഷണ സംഘത്തിന്. അതായത് ഇത്തരത്തിൽ ഈ പരാതി വരുന്നതിന് പിന്നാലെ തന്നെ യുവതി വിവാഹിതയാണ് എന്ന പരാമർശം പരമാവധി സ്ഥലങ്ങളിലേക്ക് പ്രചരിപ്പിക്കുകയും അങ്ങനെ വിവാഹിതയായ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഭർത്താവുമൊത്ത് ജീവിക്കുന്ന ഒരാളെ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് വിവാഹം ചെയ്യാൻ കഴിയും എന്ന ഒരു ചോദ്യം പൊതുമധ്യത്തിലേക്ക് ഇട്ടുകൊണ്ട് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനുള്ള ഒരു ശ്രമം അവിടെ മുതൽ തന്നെ ബോധപൂർവം തുടങ്ങുകയാണ്. തുടർന്ന് ഇതിനോട് ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശവുമായി പിറ്റേ ദിവസം സന്ദീപ് വാര്യർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ആ വിവാഹത്തിൽ സന്ദീപ് വാര്യർ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെയും പേര് പറയുന്നില്ല. പക്ഷേ വളരെ കൃത്യമായി ഇര ആരാണ് എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ, അതായത് സാങ്കേതിക ജ്ഞാനമുള്ള ഒരാൾക്ക് എത്രയും പെട്ടെന്ന് കഴിഞ്ഞ 2024 ഓഗസ്റ്റ് മാസത്തിലാണ് ഈ വിവാഹം നടന്നതെന്നും ആ വിവാഹത്തിൽ താൻ പങ്കെടുത്തിട്ടുണ്ട് എന്നും വളരെ ഡേറ്റ് സഹിതം കൃത്യമായി പറയുന്നതിലൂടെ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി ആ ഡേറ്റിൽ വിവാഹം നടന്ന യുവതിക്കൊപ്പം സന്ദീപ് വാര്യർ നിൽക്കുന്ന ചിത്രങ്ങൾ കൃത്യമായി തന്നെ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ വാളിൽ ഉണ്ടായിരുന്നു, വാൾപേപ്പറായി ഉണ്ടായിരുന്നു. ആ വാളിൽ നിന്നാണ് ഈ ചിത്രം കണ്ടെത്തുകയും അത് സ്ക്രീൻഷോട്ട് എടുത്ത് മറ്റ് ഗ്രൂപ്പുകളിലേക്ക് പ്രചരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുകയും ചെയ്തുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അത് കൃത്യം